അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇമ്രാനിലെ 153 വചനത്തിൽ അതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് സന്ദർഭവും സാഹചര്യവും ഉഹദ് യുദ്ധമാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മക്ക മുശ്രിക്കീങ്ങൾ മറുഭാഗത്തും നിലകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്ക് പറ്റിയ വീഴ്ചകളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ രംഗത്ത് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളാണ്. നമ്മൾ ഒന്നുകിൽ നബിയോടൊപ്പം പ്രവാചകൻ്റെ പ്രതിനിധിയോടൊപ്പം നിലകൊള്ളുന്നു, അതല്ല എങ്കിൽ മുശ്രിക്കീങ്ങളായ ആളുകളുടെ കൂടെ അപ്പുറത്ത് നിലകൊള്ളുന്നു. ഇനി നബിയോടൊപ്പം നിന്ന ആളുകളിൽ വന്ന വൈകല്യങ്ങൾ, അവരിൽ വന്ന പാളിച്ചകൾ, അവരിൽ വന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുപോലുള്ള പോരായ്മകൾ നമുക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ഇന്ന് നമ്മളായി മാറേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്ന്. ആ വിശദീകരണത്തിൻ്റെ അവസാനത്തെ സച്ച് എ വാർ ഷോസ്, ഇത്തരം ഒരു യുദ്ധം നമ്മെ കാണിക്കുന്നത്, പഠിപ്പിക്കുന്നത് to us that we must never be sure of victory until we taste it. വിജയം ഉണ്ടാകുന്നത്, ആ വിജയം ഉണ്ടായിത്തീരുന്നത് വരെ നമുക്ക് വിജയമുണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോടൊപ്പമാണ്, നമ്മൾ റസൂലുള്ളാഹിയോടൊപ്പമാണ്, നമ്മൾ സത്യവിശ്വാസികളോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നു. എങ്കിലും നമ്മളിലുള്ള വീക്ക്നെസ്സസ്, നമ്മളിലുള്ള ദൗർബല്യങ്ങൾ, അത് മാറ്റാത്തിടത്തോളം കാലം നമുക്ക് വിജയം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പറയുന്നത് വി മസ്റ്റ് നെവർ ബി ഷുവർ ഓഫ് വിക്ടറി. വിജയം നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല അൺടിൽ വി ടേസ്റ്റ് ഇറ്റ്. അത് വിജയം ഉണ്ടായി കഴിയുന്നത് വരെ. നത്തിങ് ഈസ് ഡൺ അൺടിൽ ഇറ്റ് ഈസ് അച്ചീവ്ഡ്. ഇത് നേടുന്നത് വരെ നമുക്ക് ഒന്നും തന്നെ ലഭിക്കില്ല. അത് നേടിയെങ്കിൽ മാത്രമാണ് നമുക്കത് ലഭിക്കുന്നത്. ദ ഫണ്ടമെൻ്റൽ ലെസൺ ഇൻ ദിസ് വേഴ്സ്, ഈ വചനത്തിലെ അടിസ്ഥാനപരമായ പാഠം ഈസ് ഒബീഡിയൻസ് ടു അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിയിൽ കിടക്കുന്ന, മുകളിൽ കിടക്കുന്ന, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, പാഠം അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക. ഒബീഡിയൻസ് ടു അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്.
ഹാഡ് ദിസ് ഡിസൊബീഡിയൻസ് നോട്ട് ബീൻ പ്രസൻറ്റിംഗ് ഡ്യൂറിങ് ദ വാർ, ഈ അനുസരണക്കേട് ഈ യുദ്ധസമയത്ത് കാണിക്കാതിരുന്നു എങ്കിൽ, ഹാഡ് ദിസ് ഡിസൊബീഡിയൻസ് നോട്ട് ബീൻ പ്രസൻറ്റ് ഡ്യൂറിങ് ദ വാർ, യുദ്ധസമയത്ത് ഈ അനുസരണക്കേട് കാണിക്കാതിരുന്നുവെങ്കിൽ, അള്ളാഹ് വുഡ് ഹാവ് മെയ്ഡ് ദ മുസ്ലിം ആർമി വിക്ടോറിയസ്, അള്ളാഹു താല മുസ്ലിം സൈന്യത്തെ വിജയശ്രീലാളിതരാക്കുമായിരുന്നു. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അവൻ്റെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് അടരാടിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയം നൽകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുക, പോരാടുക, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നെഫ്സിനെതിരായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. നമ്മൾ രംഗത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളായ നമ്മൾ ഇപ്പോൾ വാർഷിക സമ്മേളനം അത് സംബന്ധമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ ഒട്ടുമിക്ക പേരെയും ഈ വിവരങ്ങൾ പേഴ്സണലായിട്ട് പോലും വിളിച്ചു പറഞ്ഞു. ഒരാൾ പോലും തിരിച്ച് ജൽസാ പ്രവർത്തനങ്ങൾ എന്തായി, എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ടുള്ള ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാനും പറയുവാനും പറഞ്ഞ് ലബ്ബൈക്ക് പറഞ്ഞു വരുന്ന ആളുകളെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഇതൊരു യുദ്ധമാണ്, നമ്മുടെ ഊഹദ് യുദ്ധം പോലെ ഒരു യുദ്ധമാണ്. സത്യവിശ്വാസികൾ ആരൊക്കെയാണ്, സത്യനിഷേധികൾ ആരൊക്കെയാണ്, കപടവിശ്വാസികൾ ആരൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു യുദ്ധക്കളത്തിലേക്കാണ് വിളിക്കുന്നത്. അതിനുവേണ്ടി അരയും തലയും മുറുക്കി തങ്ങളുടെ സമ്പത്തും സൗഭാഗ്യവും കളഞ്ഞു എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അവൻ്റെ പ്രവാചകന് വേണ്ടി, അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന വിശ്വാസികൾ ത്യാഗം ചെയ്യുന്ന വിശ്വാസികൾ ആരൊക്കെയാണ്, അതല്ലാതെ പ്രസംഗിക്കുകയും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളാണ് ഇത്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് വീണ്ടും പുനരാരംഭിച്ചു. പലപ്പോഴും അത്ഭുതം എന്ന നിലയിൽ മഴ പെയ്യുന്ന സന്ദർഭങ്ങളാണെങ്കിലും ഈ ഖുർആൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഇന്നലെ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് മഴ പെയ്യുന്നത്. മഴ പെയ്താൽ ഇതിൻ്റെ സൗണ്ട് മൂലം ചിലപ്പോൾ അത് ക്ലാസ് അരോചകമാവും. ഇന്നും അതുപോലെ മഴ മാറി നിൽക്കുന്നു. അപ്പോൾ കുറേ ദിവസം നമ്മൾ ഇതിൽ നിന്ന് ഒഴിവായി. ഇപ്പോൾ ആളുകൾ സ്ഥിരമായി ഈ യുദ്ധക്കളത്തിൽ, ഇതൊരു യുദ്ധക്കളമാണ്, വന്നുകൊണ്ടിരുന്നവരും ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരും ചുമ്മാ കയറുന്നവരും ഇങ്ങനെ യഥാർത്ഥമായി കയറുന്നവരും ആരൊക്കെയാണ് എന്ന് അറിയുന്നതിനുള്ള ഒരു വഴിയാണ് തുറക്കുന്നത്. ഹാഡ് ദിസ് ഡിസൊബീഡിയൻസ് നോട്ട് ബീൻ പ്രസൻറ്റ് ഡ്യൂറിങ് ദ വാർ, ഈ യുദ്ധത്തിൽ അവർ അനുസരണക്കേട് കാണിക്കാതിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഈ ഖുർആൻ ക്ലാസ് തന്നെ ഒരു യുദ്ധമായി നീക്കുക, നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇത് ഖലീഫത്തുള്ളയുടെ ആഗ്രഹമാണ്. അദ്ദേഹം ഉപദേശിച്ചിട്ടുള്ളതാണ്, അദ്ദേഹം കൽപ്പിച്ചിട്ടുള്ളതാണ്. ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിന് ആൺ പെൺ കുട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഈ പെട്ടി ഇരിപ്പുണ്ട്. അതിനെ ശൈത്താൻ പെട്ടിയായിട്ട് തന്നെ വെച്ചിരിക്കുന്നവർക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് അള്ളാഹുവിൻ്റെ പെട്ടിയാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി 5-10 മിനിറ്റ് നമുക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും കഴിയും. അള്ളാഹ് വുഡ് ഹാവ് മെയ്ഡ് ദ മുസ്ലിം ആർമി വിക്ടോറിയസ്, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ അവരെ വിജയശ്രീലാളിതരാക്കുമായിരുന്നു. ബട്ട് അള്ളാഹ് ഇൻഡീഡ് ഈസ് ദ ഇൻഡലർ ഓഫ് ഓൾ ഹാർട്ട്സ്. എല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹ് ഇൻഡീഡ് ഈസ് ദ ഇൻഡലർ ഓഫ് ഓൾ ഹാർട്ട്സ്. എല്ലാവരുടെയും ഹൃദയത്തിൽ അള്ളാഹു താല ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതാരെങ്കിലും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ആണോ? അതാണെങ്കിൽ ആരെ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം
അതുകൊണ്ട് അള്ളാഹുവിനെ കളിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇൻഡൊലറായിട്ട് ഉണ്ട്. അവൻ അവിടെ വസിക്കുകയാണ്. He knew very well that this war was not waged only for the sake of Allah. അള്ളാഹു താലാക്ക് ഇത് നല്ലതുപോലെ അറിയാം. ഈ യുദ്ധം അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമല്ല നടത്തിയതെന്ന് അള്ളാഹുവിന് നല്ല വ്യക്തമായിട്ട് അറിയാം. But that the booties of war held a better appeal to their hearts. അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് കൂടുതൽ പ്രിയങ്കരമായി അവരുടെ ഹൃദയങ്ങളിൽ തോന്നിയത് എന്താണ്? ഈ യുദ്ധത്തിൽ കുറച്ച് സാധന സാമഗ്രികളെല്ലാം അവന്മാർ വിട്ടിട്ട് പോകും, അവന്മാർ പേടിച്ചോടും. അങ്ങനെ പോകുമ്പോൾ അത് പറക്കിയെടുത്ത് സ്വന്തമാക്കാം, അല്ലെങ്കിൽ കൂടുതൽ എടുക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആ ഹൃദയ വായ്പോടുകൂടി വന്ന ആളുകളെക്കുറിച്ചും അള്ളാഹുവിനറിയാം. അപ്പോൾ ഒരു ആക്ഷൻ, ഒരു പ്രവർത്തനം നടക്കുമ്പോൾ ആ പ്രവർത്തനം ഏത് രീതിയിലാണ് നിങ്ങൾ ഓരോരുത്തരും അതിനെ സമീപിച്ചത് എന്നതിനെക്കുറിച്ച് അള്ളാഹു താലായ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നറിയുക. അതുപോലെ അള്ളാഹുവിൻ്റെ ദൂതൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ഒരുമിച്ച് ചേരുവാനുള്ള ഒരു അവസരവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാൻ യുദ്ധസന്നാഹമായ നിലയിൽ വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഈ കാര്യത്തിനെ വെറും അവഗണനാഭാവത്തോടുകൂടി നിസ്സംഗതയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന ആളുകൾ ഈ വചനം നല്ലതുപോലെ ഗ്രഹിക്കുവാൻ ശ്രമിക്കട്ടെ. തസ് ദെയർ ഫിയർ അങ്ങനെ അവർക്ക് എന്ത് പറ്റുവാൻ ദ ബ്യൂട്ടീസ് ഓഫ് വാർ ഹെൽഡ് ബെറ്റർ അപ്പീൽ ടു ദെയർ ഹാർട്ട്സ്. അവർക്ക് ഈ യുദ്ധത്തിൽ ജയിക്കുന്നതിനേക്കാൾ അവരുടെ ഹൃദയത്തിൽ തളം കെട്ടി നിന്നത്, അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് ഈ യുദ്ധമുതലുകളാണ്. Thus their near defeat in this war proved to them, അങ്ങനെ അവരെ ആലിംഗനം ചെയ്ത ഈ പരാജയം, that they should have solidified their faith in Allah, ഇത് അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയും all the more and fight only for his sake, അള്ളാഹുവിനുള്ള വിശ്വാസം നല്ലതുപോലെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്നതിനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും അങ്ങനെ ഉപയോഗപ്പെടുത്തിയില്ല. They were well on the way to victory. യഥാർത്ഥത്തിൽ അവർ വിജയത്തിലേക്കുള്ള കുതിപ്പിലായിരുന്നു. ഈ വിശ്വാസ വൃന്ദം യുദ്ധവേളയിൽ വിശ്വാസത്തിലേക്കുള്ള കുതിപ്പിലായിരുന്നു. ദേ ഹാഡ് ദ ഷുവർ ഹെൽപ്പ് ഓഫ് അല്ലാഹ്. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടായിരുന്നു. ബട്ട് വെൻ ദേ ടെമ്പറൽ ഡിസയേഴ്സ്, അങ്ങനെ അവർ വിജയിക്കേണ്ടവരായിരുന്നു. പക്ഷേ വെൻ ദേ ടെമ്പറൽ ഡിസയേഴ്സ് ബിക്കെയിം സ്ലൈറ്റ്ലി മോർ അപ്പീലിംഗ് ദാൻ ഫൈറ്റിംഗ് ഫോർ ദ കോസ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ അവർക്ക് അപ്പീലിംഗ് ആയിട്ട്, ആകർഷകമായിട്ട് അവർക്ക് തോന്നിയത് അവരുടെ ഈ താൽക്കാലികമായ ഇച്ഛാ പൂർത്തീകരണത്തിനുള്ള സാധന സാമഗ്രികളോടായിരുന്നു. ഡിഫീറ്റ് നോട്ട് ഓൺലി അറ്റ് വാർ ലെവൽ, യുദ്ധരംഗത്ത് മാത്രമല്ല ആ പരാജയമാണ്, ബട്ട് ഡിഫീറ്റ് ഇൻ ദെയർ ഫെയ്ത്ത്സ്, അതിൻ്റെ പരാജയം അവരുടെ വിശ്വാസത്തിനും ഏറ്റു. അപ്പോൾ ആ രംഗത്ത് മാത്രമല്ല അവർ സ്ലൈറ്റ്ലി അവർക്ക് പറ്റിയത് എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായില്ല. അതുമൂലം അവർക്ക് ആ യുദ്ധത്തിൽ അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്തില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിർദ്ദേശിച്ചതുപോലെ ചെയ്തില്ല. അവർക്ക് യുദ്ധമുതലിനോടും ഇഹലോകത്തിലുള്ള സാധന സാമഗ്രികളോടുമായിരുന്നു അവരുടെ ഹൃദയത്തിന് താല്പര്യം. ഇത് അള്ളാഹു തആല ഇൻഡവലറായിട്ട്, അള്ളാഹു ഇവരുടെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനെന്ന നിലയിൽ അവരുടെ ഓരോ അന്തരംഗത്തിൻ്റെയും താളങ്ങൾ നല്ലതുപോലെ അറിയാവുന്നവനാണ് അള്ളാഹു. ബട്ട് ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ അള്ളാഹ്സ് മേഴ്സി, അങ്ങനെ ഇവരെല്ലാവരും ഒരു സൈസ് ചതിയന്മാരായിരുന്നു, വഞ്ചകന്മാരായിരുന്നു. അവരെല്ലാം ഇഹലോകവാദികളായിരുന്നു. അവർക്ക് ഇഹലോകത്തിലുള്ള ഈ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ആണ് ഇതോടൊപ്പം കൂടി നിന്നതിന് ശേഷം അത് അടിച്ചെടുക്കുക. ഇതായിരുന്നു ഉഹദ് യുദ്ധത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും. അതിൽ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥമായ നിലയിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിലകൊണ്ടവരും ഉണ്ടായിരുന്നു. എന്നാൽ ഉഹദ് യുദ്ധം പരാജയമായിരുന്നു.
വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചതുമില്ല, പരാജയപ്പെട്ടില്ല എന്നുള്ള ഒരു സമാധാനത്തിലെത്താവുന്നേ ഉള്ളൂ. ബട്ട് ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ അള്ളാഹ്സ് മേഴ്സി, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായിരുന്നു എങ്കിൽ, ആൻഡ് ഫർഗീവ്നെസ്, അവൻ മാപ്പ് ചെയ്യുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ, ആൻഡ് ദ പ്രെയർ ഓഫ് ഹിസ് പ്രോഫറ്റ്, അതുപോലെ അവൻ്റെ പ്രവാചകൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യില്ലായിരുന്നു എങ്കിൽ. അപ്പം എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ മാപ്പ്, പ്രവാചകൻ്റെ പ്രാർത്ഥന, ഇതില്ലായിരുന്നു എങ്കിൽ ദേ വുഡ് ഹാവ് ഓൾ പെരിഷ്ഡ്, അവരെല്ലാവരും യഥാർത്ഥത്തിൽ അകപ്പെട്ടു പോകുമായിരുന്നു. ഇതുപോലൊക്കെ തന്നെ സഹോദരങ്ങളുടെ നമ്മുടെ അവസ്ഥ. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബാക്കളുടെയും അവരുടെ സംഭവങ്ങളുമാണ് വിവരിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ മാപ്പും ഇല്ലായിരുന്നു എങ്കിൽ, അതുപോലെ പ്രവാചകൻ്റെ പ്രാർത്ഥനയും ഇല്ലായിരുന്നു എങ്കിൽ, ദേ വുഡ് ഹാവ് ഓൾ പെരിഷ്ഡ്, അവരെല്ലാവരും നശിച്ചൊടുങ്ങുമായിരുന്നു. അങ്ങനെ അള്ളാഹു വീണ്ടും മാപ്പ് ചെയ്തു, തെറ്റുകൾ തിരുത്താനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും കൊടുത്തു. ഇതുപോലെ വർഷത്തിലൊരിക്കൽ 2000 മുതൽ നടത്തുന്ന യുദ്ധങ്ങളാണ് ഈ വാർഷിക സമ്മേളനം. അവിടെ ഒന്ന് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയുമ്പോൾ അതിനുവേണ്ടി അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തായി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് അന്വേഷിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഓർക്കുന്നത്. ഈ ഖുർആനിക വചനങ്ങൾ നമ്മൾ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞില്ലായിരുന്നു എങ്കിൽ, അവൻ മാപ്പ് ചെയ്തില്ലായിരുന്നു എങ്കിൽ, ആ പ്രവാചകൻ ആ നിലയിൽ അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചില്ലായിരുന്നു എങ്കിൽ അവരെല്ലാവരും നശിച്ചുടങ്ങുമായിരുന്നു. ഇതുപോലെ നമ്മൾ വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു, നമുക്ക് പുരോഗതിയുടെ ഒരു പാതയും തുറക്കപ്പെട്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കുക. നമ്മൾ ഇന്നും നമ്മുടെ ഭാര്യയും മക്കളും കുടുംബവും സ്വത്തും ഇതുമായിട്ട് നമ്മുടെ വീട്ടിൽ സ്വൈരവിഹാരം നടത്തുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് ത്യാഗത്തിൻ്റെ പാത സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യവും മാപ്പും പ്രവാചകൻ്റെ പ്രാർത്ഥനയും നമുക്കെങ്ങനെ ലഭിക്കുവാനാണ്? ആയതിനാൽ ഇസ്തിഗ്ഫാർ ചെയ്ത് പൂർവാധികം ഊർജ്ജത്തോടു കൂടി കർമ്മരംഗത്തേക്ക് ഇറങ്ങി അന്നത്തെ ആ സഹാബാക്കൾക്ക് പറ്റിയ തെറ്റുകൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും മുക്തി നേടുന്നതിന് അള്ളാഹുവിലേക്ക് തിരികെയും പ്രവാചകൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും, അങ്ങനെ നമ്മുടെ ആത്മീയത ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടപ്പിലാക്കുന്നത്. 3 മാസ സമ്മേളനമോ അല്ലെങ്കിൽ 6 മാസ സമ്മേളനമോ വാർഷിക സമ്മേളനമൊക്കെ നടത്തുന്നതിന് സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചേരുവാനും അവരുടെ സ്നേഹസന്തോഷങ്ങൾ പങ്കുവെക്കുവാനും ആത്മാർത്ഥമായ നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കാനും ദുഷിക്കാനും ഒന്നുമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക, മറ്റൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. അള്ളാഹു തആല അവൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ നമ്മൾ ഓരോരുത്തരെയും ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ പുതിയ വചനവുമായി നമ്മൾ വീണ്ടും സംസാരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.